Good morning. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബീൻസ് മെഴുക്കുവരട്ടിയാണ്. ബീൻസും പൊട്ടറ്റോയും ചേർത്താണ് നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീൻസും പൊട്ടറ്റോയും ചേർത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ബീൻസ് ഇഷ്ടപ്പെടുന്നവർക്കും പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്നവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീൻസ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പിടി, അതായത് ഏകദേശം ഒരു 100 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീൻസും ഉരുളക്കിഴങ്ങും സവോളയും കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ബീൻസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ബീൻസ് ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ സവാള കട്ട് ചെയ്തിരിക്കുന്നത് നീളത്തിലാണ്, പക്ഷെ കുറച്ച് തിക്നെസ്സോട് കൂടിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, തിന്നായിട്ടല്ല സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പൊട്ടറ്റോ വെഡ്ജസിനൊക്കെ കട്ട് ചെയ്യില്ലേ, ആ രീതിയിൽ കുറച്ച് തിക്നെസ്സോട് കൂടിയാണ് ഞാൻ പൊട്ടറ്റോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണയല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്. കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ച് വെള്ളം ചേർത്താലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ബീൻസാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിലല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബർണറിലല്ല, ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ബീൻസ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയും നമ്മൾ ചേർത്തിട്ട് ഇപ്പോഴൊന്നും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. പൊട്ടറ്റോയും ബീൻസും ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവോളയാണെങ്കിൽ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് കുക്കായി വന്നിട്ട് സവോള ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുള്ളൂ കേട്ടോ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നില്ല. ഇതിലേക്ക് ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാത്തതുകൊണ്ട് സവോള കുറച്ച് മുൻപേ ചേർക്കണം. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു 3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. എങ്കിലേ ഉരുളക്കിഴങ്ങിലേക്കും ബീൻസിലേക്കും സവോളയിലേക്കും ഒക്കെ ഉപ്പ് പിടിച്ചു വരുള്ളൂ. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് വേണ്ടി വരും, അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ പൊടികൾ ചേർത്താലേ നമ്മുടെ മസാലകളെല്ലാം പിടിച്ചു വരുള്ളൂ. ഇതിൽ ഞാനൊരു ഓപ്ഷൻ പറയാം. നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതപ്പോൾ മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ഒഴിച്ച ആ എണ്ണയിൽ തന്നെയാണ് ഇത് കുക്കാവുന്നത്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മളൊരു 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ, കുറച്ച് വെള്ളം മതി. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഞാൻ അടച്ചു വെച്ചപ്പോൾ പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അങ്ങനെ 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല, പക്ഷേ എല്ലാ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ മുറിഞ്ഞു വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കുക്കാവുന്ന രീതിയിലാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഈ മുറിഞ്ഞു വരുന്ന ഭാഗത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ ബീൻസ് മെഴുക്കുവരട്ടിയുടെ പരിപാടി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ കുക്കായിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എത്ര സമയം കുക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇനി ഒരു 3 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യും. ടോട്ടൽ 5 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഇനി വീണ്ടും അടച്ചു വെക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും 3 മിനിറ്റ് ആയി. ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കുകയാണ് കേട്ടോ. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ഞാനിത് മുഴുവൻ പ്രസൻറ്റ് ചെയ്ത് തീർക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.